നിങ്ങൾ പോയില്ലേ? ഇല്ല ഫാദർ, ബുദ്ധിമുട്ടിച്ചതിൽ സോറി. ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസ് ഓഫീസറല്ലേ ഫാദർ, അതുകൊണ്ട് എങ്ങനെയും ശല്യം ചെയ്യാമെന്നാണോ? ഇരിക്കൂ ഫാദർ, നമുക്ക് സംസാരിക്കാം. എന്തു സംസാരിക്കാൻ? നിങ്ങളുമായി എനിക്കൊന്നും സംസാരിക്കാനില്ല. ഞാൻ ഡ്രാക്കുളയെ പറ്റി സംസാരിക്കാനാണ് വന്നത്. അതെ, താങ്കൾ എന്നെ ഭയപ്പെടുത്താനാണ് വന്നത്. നിങ്ങളിങ്ങനെ ഭയക്കാതിരിക്കൂ ഫാദർ, ഒട്ടേറെ പേരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണിത്. ഫാദർ, ലെറ്റർ. ഓ, സ്വസ്ഥമായിരിക്കാൻ ആരും സമ്മതിക്കില്ല. കത്ത് വായിക്കൂ ഫാദർ. ഇത് കുഴപ്പമാകുമല്ലോ. അച്ഛനും നിങ്ങളുടെ ആൾ തന്നെ. ഫാദർ ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? എൻ്റെ ഗുരു ഫാദർ ഗബ്രിയേൽ. നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം എന്തു പറഞ്ഞു? ഇതാ അദ്ദേഹത്തിൻ്റെ കത്താണത്. കാര്യങ്ങൾ ഗുരുതരമാണ്, നിങ്ങളെ കൂട്ടി ചെല്ലാൻ പറഞ്ഞു. അതെ ഫാദർ, ഇത് ഗുരുതരമായ കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ തന്നെ പുറപ്പെടാം. ഇത് വിജനമായ പ്രദേശമാണല്ലോ. ഞാൻ അതാ പറഞ്ഞത്, നാളെ പുറപ്പെട്ടാൽ മതിയെന്ന്. സാരമില്ല ഫാദർ, ശാന്തനാകൂ. ഓ, സന്ധ്യ കഴിഞ്ഞു. ആ, ഇതുതന്നെ സ്ഥലം. കൊള്ളാം, ഇതൊരു പ്രേതാലയം പോലെ ഉണ്ടല്ലോ. ഒന്ന് മിണ്ടാതിരിക്കൂ. ഓ, വന്നാലും ഫാദർ മൊറീസ്, ഗബ്രിയേലച്ചൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്. കലമാൻ കൊമ്പുകൾ പതിച്ച വലിയ സ്വീകരണമുറി കടന്ന് ഒരു കിടപ്പുമുറിയിലേക്കാണ് പരിചാരകൻ അവരെ കൊണ്ടുപോയത്. ഓ, വരൂ അതിഥികളെ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പരിചാരകൻ നെരിപ്പോടിലേക്ക് കൂടുതൽ വിറകിട്ടു. മാർലോ ആ മുഖം ശ്രദ്ധിച്ചിരുന്നു. ഇരിക്കൂ മോറിസ്. ഓ, ഇതാണല്ലേ മിസ്റ്റർ മാർലോ. എന്തൊരു തേജസ്സുള്ള മുഖം. ഇദ്ദേഹം ഒരു അസാധാരണ വ്യക്തി തന്നെ. ഡ്രാക്കുളയുടെ കഥ തുടങ്ങുന്നത് അങ്ങ് ട്രാൻസിൽവാനിയയിൽ നിന്നാണ്. യുദ്ധപ്രഭു ആയിരിക്കുന്ന സമയത്ത് 10,000-കണക്കിന് പേരെ പീഡിപ്പിച്ചു കൊന്നവനാണ്. രക്തം കുടിക്കുന്ന ആ രക്ഷസിനെ അന്ന് ചില ധീരന്മാർ കീഴടക്കി. പക്ഷെ അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആരുടെയോ കൈത്തെറ്റുകൊണ്ടാണ് ആ ദുരന്തം സംഭവിച്ചിരിക്കുന്നത് എന്നുറപ്പാണ്. പക്ഷെ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഇവിടെ എത്തിയിരിക്കുന്നു. എങ്ങനെയോ അവനെ തടയുക എന്നത് മാത്രമാണ് ലക്ഷ്യം. അവനെ നേരിടാനുള്ള ഏതാനും പദ്ധതികളും ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ശാരീരികമായുള്ള ശേഷി എനിക്കില്ല. അതിനുള്ള ചുമതല ഫാദർ മൊറീസിനാണ്. അച്ഛാ, ഇത് തീക്കളിയാണ്. അതിനുള്ള ശക്തിയൊന്നും എനിക്കില്ല. മോറീസ്, ഇതൊരു തിരഞ്ഞെടുക്കലാണ്. ഒരുപാട് പേരെ രക്ഷിക്കാനുള്ള തിരഞ്ഞെടുക്കൽ. ഞാൻ നിന്റെ പിന്നിലുണ്ടാവും. സർവശക്തനായ ദൈവം നിന്റെ ഒപ്പം ഉണ്ടാകും. ഭയപ്പെടാതിരിക്കൂ. അച്ഛാ, ഞാനൊരു ധൈര്യശാലിയല്ല. ധൈര്യമൊക്കെ ഉണ്ടായിക്കോളും. വിശ്വസിച്ചാൽ മാത്രം മതി. അതിന് മാർലോ തന്നെ സഹായിക്കും. ഇന്നിവിടെ വിശ്രമിക്കാം. ശരി ഫാദർ.